Srimati Radhika Shah, Advocate K.K. Ranjit, Srimati Bindu Shadi, and Srimati Mini Anthony IAS. A hearty welcome to the dignitaries on the dais. ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായി ആമുഖ ഗാനമാണ് അവതരിപ്പിക്കുന്നതിനായി വൈക്കം BCF നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. இது வச்சிருங்க அப்படி நீங்க ஸ்பீக்கர் விட்டு வச்சிருங்க மைக் வச்சிருங்க யாரும் ஒரு வாங்கிட்டு सर ഇനി വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം അരുളുന്നതിനായി ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ
മഹാത്മാഗാന്ധിയുടെ ദീർഘമായ സംഭാഷണം നടത്തി 1923 കാക്കനയിൽ നടന്ന സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുകയും പ്രമേയം ഐകണ്ഠേന അംഗീകരിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ശ്രീ കെ കേളപ്പൻ, ടി കെ മാധവൻ, പൂർവ്വ നീലകണ്ഠൻ നമ്പൂരിപ്പാട്, ടി ആർ കൃഷ്ണസ്വാമിയർ, കെ വേലായുധ മേനോൻ, എ കെ പിള്ള, ഹസൻ കോയ, പൂവില്ല, കെ പി കേശവമേനോൻ തുടങ്ങിയ നിരവധി നേതാക്കൾ ഉൾപ്പെടുന്ന ഐത്തോച്ചാടന സമിതിക്ക് രൂപം നൽകുകയും സമിതിയുടെ നേതൃത്വത്തിൽ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട 3 പേരാണ് ആദ്യ ദിനം തിണ്ടൽപ്പല താണ്ടാൻ മുന്നോട്ട് വന്നത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അധികം വൈകാതെ വൈക്കം സത്യാഗ്രഹം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. അന്ന് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു തന്തേ പെരിയാർ. വൈക്കം സത്യാഗ്രഹത്തിൽ വെച്ച പങ്ക് നിസ്തൂലമാണ്. ആളും അർത്ഥവും നൽകുന്നതിനും തന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളിൽ സമരവീര്യം പടർത്തുന്നതും അദ്ദേഹം നേതൃത്വം നൽകി. പെരിയാറിനെ സത്യാഗ്രഹത്തിലേക്ക് ഇടപെടലിനെ ഭയന്ന ഭരണകൂടം 2 തവണയാണ് അദ്ദേഹത്തെ ജയിലടച്ചത്. പെരിയാറുടെ ഭാര്യ നാഗമ്മയുടെ വരവ് സ്ത്രീജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കി. സത്യാഗ്രഹത്തിൽ പെരിയാറുടെ നേതൃത്വവും പങ്കും പ്രകാശഗോപുരമായ ശ്രീനാരായണ ഗുരു സത്യാഗ്രഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. സമരത്തെ സഹായിക്കാൻ ശിവഗിരിയിൽ സംഭാവനപ്പെട്ടി സ്ഥാപിക്കുകയും സ്വരൂപിച്ച 1000 രൂപ സമരസമിതി കൈമാറുകയും ചെയ്തു. ഗുരു സ്ഥാപിച്ച വെല്ലൂർ മഠം ആശ്രമം സമര പോരാളികൾക്ക് വിട്ടു നൽകി. സമരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി വെല്ലൂർ മഠം മാറി. സമരത്തിന്റെ തീവ്രഘട്ടത്തിൽ ഗുരു നേരിട്ട് വൈക്കത്തെത്തി സത്യാഗ്രഹത്തിൽ പങ്കാളിയായി. മന്നത്ത് പത്മനാഭന്റെ NSSന്റെയും പങ്കാളിത്തം വൈക്കം സത്യാഗ്രഹത്തിൽ തിളങ്ങുന്ന അധ്യായമാണ്. മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയ നേതാക്കൾ 1924 നവംബർ 1 വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചു. 1000 പേർ അടങ്ങിയ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ 10,000 ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 1925 മാർച്ച് 10 ഗാന്ധി വൈക്കത്തെത്തി ഇണ്ടന്തുരുത്തി മനയിൽ സവർണ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. സന്ധി സംഭാഷണത്തിനെത്തിയ ഗാന്ധിജിക്ക് മനക്കുള്ളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഐത്തത്തിലുള്ള ന്യായമായ അന്ന് ഐത്താനുകൂലികൾ പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിലെ പാവമാണ് ഈ ജന്മത്തിൽ ആളുകളെ അവർണജാതിയിൽ ജനിപ്പിക്കുന്നത് എന്നാണ്. ഇത്തരം വികലനായങ്ങളെ പൊരുതി തോൽപ്പിച്ചാണ് നാം തുല്യനീതി നേടിയെടുത്തത്. ഇത്തരത്തിൽ ത്യാഗപൂർണമായ പോരാട്ടങ്ങളിലൂടെ നാം ആർജിച്ച സാമൂഹ്യ പുരോഗതിയും മൂല്യങ്ങളും കൈവിടാതെ സൂക്ഷിക്കേണ്ടത് കാലഘട്ടം നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ചുമതലകളാണ്. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതീയത, വർഗീയത എന്നിവയ്ക്കെതിരായി എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് കേരളം നേടിയെടുത്ത സാമൂഹ്യ നേട്ടങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നതിനായി 603 ദിവസങ്ങൾ നിൽക്കുന്ന വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ പരിപാടികൾ നമുക്ക് ശക്തി പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ഈ സംഘാടക സമിതിയുടെ ചെയർമാനും സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവരുകളാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശ്രീ VN വാസവനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമിഴ്നാടിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ അവരുകളാണ്. രണ്ടുപേരെ പറ്റിയും ഞാൻ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 603 ദിവസത്തെ ഈ പരിപാടികൾ എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് ഈ പരിപാടി നടത്തണമെന്ന് പറയുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പരിപാടി കിട്ടിയപ്പോൾ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഈ കുറച്ച് ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ വരുത്തി ഈ പരിപാടി വിജയിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ നാടിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി തിരുമുത്തുമേൽ കരുണാനിധി സ്റ്റാലിൻ കേരളത്തിൻ്റെ അഭിമാനമാണ്, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാണ്. സാർ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടിയും കേരള മക്കൾക്ക് വേണ്ടിയും എൻ സ്വന്തം പേരിലും മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അവരുകളെ വരവേൽക്കേണ്ടതില്ല. സാർ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി, ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജു, തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ചീഫ് വിപ്പ് ശ്രീ N ജയരാജ്, മുൻ മന്ത്രിയും ലോക്സഭാംഗമായ തമിഴ്നാടിൻ്റെ പ്രമുഖ നേതാവ് ശ്രീ TR ബാലു, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യ ശ്രീ കാനൻ രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറും രാജ്യസഭാംഗമായ ശ്രീ ജോസ് കെ മാണി,
SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആരാധ്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, KPMSന്റെ ജനറൽ സെക്രട്ടറി ആരാധ്യനായ ശ്രീ പുന്നല ശ്രീകുമാർ, കേരള നവോത്ഥാന സമിതി ജനറൽ സെക്രട്ടറി ശ്രീ P. രാമഭദ്രൻ, രാജ്യസഭാംഗം ശ്രീ ബിനോയ് വിശ്വം, മുൻ രാജ്യസഭാംഗം ശ്രീ K. സോമപ്രസാദ്, നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ തോമസ് ചാഴിക്കാടൻ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കൺവീനറായി പ്രവർത്തിച്ച എല്ലാ തരത്തിലും ദിവസങ്ങളായി ഇവിടെ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈക്കത്തിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട MLA ശ്രീമതി CK ആശ, വേദിയിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ മോൻ ജോസഫ് MLA, ശ്രീ മാണി സി കാപ്പൻ MLA, ശ്രീ ജോബ് മൈക്കിൾ MLA, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ശ്രീമതി KV ബിന്ദു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കളക്ടർ ശ്രീമതി PK ജയശ്രീ IAS, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്ത ശ്രീമതി മിനി ആന്റണി IAS, സഹകരണ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഹരികുമാർ, പ്രസിഡന്റ് SPCS, ശ്രീ S. സുബ്രഹ്മണ്യൻ IAS, ഡയറക്ടർ സാംസ്കാരിക വകുപ്പ്, ശ്രീമതി രാധിക ശ്യാം, അഡ്വക്കേറ്റ് KK രഞ്ജിത്ത്, ശ്രീമതി ബിന്ദു ഷാജി, കൂടാതെ ശതാബ്ദി ആഘോഷ രൂപരേഖ ഇവിടെ അവതരിപ്പിക്കുന്ന 603 ദിവസത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടിക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് അടക്കം എല്ലാ പ്രമുഖ വ്യക്തികളെയും ഞാൻ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 ദിവസം കൊണ്ട് കേരളത്തിലെ അക്ഷരാർത്ഥത്തിൽ 10,000-കണക്കിന് ജനങ്ങളാണ് ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ആവശ്യമായ എല്ലാ സഹായം ചെയ്ത വൈക്കം നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രാധിക ശ്യാം അടക്കമുള്ള എല്ലാ കൗൺസിലർമാരോടുമുള്ള നന്ദി ഞാനിവിടെ ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ, ഈ പരിപാടിയുടെ പ്രചരണം ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ സഹായിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടി ഉജ്ജ്വലമായി വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാർ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ BN വാസവനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. സമാദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, സമാദരണീയനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ അവറുകൾ, ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാന്യരായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട നവോത്ഥാന നായകന്മാർ, വേദിയിലുള്ള ബഹുമാന്യരായ മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, സദസ്സിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, നാടിൻ്റെ നവോത്ഥാന മുന്നേറ്റ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് ഏവർക്കും അറിയാം. ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് മറ്റൊരു ചരിത്ര സംഭവമായി മാറിത്തീരുന്നു എന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, വൈക്കം സത്യാഗ്രഹത്തിലെ മുഴുവൻ നേതാക്കളെയും അതിലെ സമരസേനാനികളെയും നവോത്ഥാന നായകരെയും എല്ലാം നാം അനുസ്മരിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം സമാരംഭിക്കുന്നത്. 2, പുതിയ തലമുറയ്ക്ക് എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന 603 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികൾക്ക് രൂപവും ഭാവവും നൽകിയാണ് ഈ വലിയ രൂപത്തിലുള്ള ശതാബ്ദി ആഘോഷം നടക്കുന്നത്. അതിലേറെ മറ്റൊരു പ്രാധാന്യം, കേരളവും തമിഴ്നാടും, നമുക്കറിയാം 2 ഭാഷകൾ, മലയാളവും തമിഴും സഹോദരിമാരാണ്, ആർക്കും സംശയമില്ല. അതേപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും 2 സഹോദരന്മാരാണ് എന്നുള്ളതാണ്
അതിലേറെ ശ്രദ്ധേയമായ കാര്യം. ഈ രണ്ട് മുഖ്യമന്ത്രിമാരും നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യമാകെ ഉറ്റുനോക്കുമ്പോൾ ഇതാ ദക്ഷിണേന്ത്യയിലെ വൈക്കം സത്യാഗ്രഹ സമരഭൂമിയിൽ നിന്ന് പുതിയ വീക്ഷണങ്ങൾ ഉയരുകയാണ്. മതനിരപേക്ഷതയുടെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വലിയ ദൗത്യത്തിലാണ് നമ്മുടെ രാജ്യം പുരോഗമനവാദികളെല്ലാം ചെന്നെടുത്തിരിക്കുന്നത്. നിശ്ചയമായും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ പാഠങ്ങളും ആ വലിയ രൂപത്തിലുള്ള മുന്നേറ്റത്തിന് സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വൈക്കം സത്യാഗ്രഹം സമാരംഭിക്കാനിടവന്ന പശ്ചാത്തലം സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സൂചിപ്പിക്കുകയുണ്ടായി. 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 സമാപിക്കുന്ന വൈക്കം സത്യാഗ്രഹം 603 ദിവസക്കാലം നീണ്ടുനിന്നു. ആ സമരമുഖങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ ആദ്യമായി ആ സമ്മേളനത്തിൽ ഒരു പ്രമേയം തന്നെ കൊണ്ടുവരുന്നത് ദേശാഭിമാനി ടി.കെ. മാധവനാണ്. ടി.കെ. മാധവൻ്റെ ആശയം ഗുരുസ്വാമിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശങ്ങൾ, മഹാത്മാഗാന്ധിയുടെ ഉപദേശങ്ങൾ, ഇതെല്ലാം സ്വീകരിച്ച് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ടി.കെ. മാധവനോടൊപ്പം കെ.പി. കേശവമേനോനും കേളപ്പനും അതേപോലെ തന്നെ എ.കെ. പിള്ളയും ജോർജ് ജോസഫും ഉൾപ്പെടെ നിരവധി ആളുകൾ. ഈ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇവിടെ സൂചിപ്പിച്ചു, മഹാത്മാഗാന്ധി വൈക്കം ബോട്ട് ജെട്ടിയിലിറങ്ങി സത്യഗ്രഹികളെ സന്ദർശിച്ചതിന് ശേഷം ഇണ്ടംതുരുത്തി മനയിൽ പോയ അനുഭവം, തീണ്ടാപ്പാട് അകലെ ഗാന്ധിജിയെ ഇരുത്തി കിളിവാതിൽ കൂടി മാത്രം സംസാരിച്ച് ആ രംഗത്ത് ഗാന്ധിജിയെ അപമാനിച്ച ഒരു മനയും അതുപോലെ തന്നെ ആ മനയുടെ ഉടമസ്ഥന്മാരും ഇന്ന് 100ാം വാർഷികത്തിലെത്തുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാൻ വക നൽകുന്നു. ഇന്ന് അത് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ് ആ മന എന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ അപമാനിച്ചവരോട് കാലം പകരം വീട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. അതേപോലെ തന്നെ ആ സമരമുഖത്ത് മഹാത്മാഗാന്ധിയെ അപമാനിച്ചു. അതുപോലെ തന്നെ മറ്റൊട്ടനവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ തിരുവനന്തപുരത്തേക്ക് നയിക്കാൻ അദ്ദേഹം ജാഥാ ക്യാപ്റ്റനായി. എത്രയോ ഉജ്ജ്വലമായ ഒരു നീക്കമായിരുന്നു ആ സമരത്തിൻ്റെ ഈ മുഖം. തിരുവനന്തപുരത്തെത്തുമ്പോൾ റാണി റെജിമെന്റിന് വലിയ രൂപത്തിൽ മെമ്മോറണ്ടം കൊടുക്കാൻ ആയിരങ്ങൾ പ്രവഹിച്ച ജാഥ ഈ സമരത്തിൻ്റെ ജ്വലിക്കുന്ന അധ്യായങ്ങളിലൊരേടാണ്. മറ്റൊന്ന്, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തമിഴ്നാടും കേരളവുമായുള്ള ബന്ധം, തന്തൈ പെരിയാറുടെ എല്ലാ തരത്തിലുള്ള നേതൃത്വവും സമരരംഗത്തെ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ നീക്കവും ഒരുപക്ഷെ സമരത്തെ എതിർക്കുന്നവർക്കെല്ലാം വിഷമമുണ്ടാക്കിയ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടച്ചു. അദ്ദേഹം ജയിലിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാഗമ്മാൾ സമരമുഖത്ത് കടന്നു വരുന്നു ടി.കെ. മാധവൻ്റെ ഭാര്യയോടൊപ്പം. അങ്ങനെ സ്ത്രീകളെ കൂടി സമരമുഖത്തേക്ക് ആനയിക്കാൻ സഹായിച്ച സാഹചര്യം സംജാതമാക്കാൻ പെരിയാറുകളുടെ ഭാര്യയുടെ ഈ നീക്കത്തിന് സഹായകരമായി മാറി എന്നത് നാം ഈ സന്ദർഭത്തിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം അറിയാം, വെള്ളത്തിൽ നീന്തി വലിയ വെള്ളപ്പൊക്കം നിൽക്കുന്ന സമയത്ത് മൂവാറ്റുപുഴയിൽ നിന്നും കഴുത്തോളം വെള്ളത്തിൽ നീങ്ങി സത്യഗ്രഹപ്പന്തലിലേക്ക് കടന്നു വന്ന രാമനിളയത് എന്ന് പറയുന്ന ഏറ്റവും വലിയ സവർണജാതിയിൽപ്പെട്ട ഉന്നതസ്ഥാനീയനായ ആ രാമൻ ഇളയതിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി എന്ന് നാം ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ വേണ്ടി കണ്ണിൽ ചുണ്ണാമ്പെഴുതിയ സംഭവം എത്ര ഹീനമായ സമീപനമായി. അതേപോലെ തന്നെ ആമചാടിത്തേവൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി അദ്ദേഹത്തിനെ അന്ധനാക്കിയ സംഭവം എത്ര ഹീനമായ സംഭവങ്ങളായിരുന്നു. ഇതെല്ലാം വൈക്കം സത്യാഗ്രഹ സമരത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന അധ്യായങ്ങളാണ്. ഏറ്റവും വലിയ രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിക്കുമ്പോൾ അന്നത്തെ വലിയ രൂപത്തിലുള്ള മുന്നേറ്റത്തിന് സഹായിച്ച ഘടകങ്ങൾ എത്ര നമ്മൾ വിവരിച്ചാലും മതി വരില്ല. അനവധി പോരാളികളുടെ പേരുകൾ നമുക്കിവിടെ സൂചിപ്പിക്കാനുണ്ട്. അതെല്ലാം ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല. ഇങ്ങനെ വൈക്കം സത്യാഗ്രഹ സമരം എല്ലാ നിലയിലും നമ്മുടെ നാടിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറി. സമരചരിത്രത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഒരു ജ്വാലയായി മുന്നോട്ട് വന്നു. അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി ഇന്ന് നമ്മളവിടെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. പ്രധാനമായും ആദ്യം അറസ്റ്റ് വരിച്ച 3 സമരസേനാനികൾ, ബാഹുലേയനും അതേപോലെ കുഞ്ഞാപ്പിയും ഗോവിന്ദപ്പണിക്കരും. ഈ 3 ജാതിയിൽപ്പെട്ട പ്രഗത്ഭരായ 3 പേരായിരുന്നു ആദ്യം അറസ്റ്റ് വരിച്ച സമരസേനാനികൾ.
ആ സമരസേനാനികളോടൊപ്പം രാമനിളയതിൻ്റെയും അതേപോലെ തന്നെ ആമചാടി തേവന്റെയും പ്രതിമ നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവരെയെല്ലാം നമ്മൾ ഈ കൂട്ടത്തിൽ കാണുമ്പോൾ ആദ്യത്തെ രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കുപിള്ളയാണ്. അങ്ങനെ ആദ്യത്തെ രക്തസാക്ഷി അദ്ദേഹം ഇഞ്ചിഞ്ചായി അദ്ദേഹത്തെ കശാപ്പ് ചെയ്യുന്ന സാഹചര്യം സംജാതമായി. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രയേടുകളിൽ ജ്വലിക്കുന്ന അധ്യായമായി എത്രയോ കാലം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം നമ്മുടെ രാജ്യത്തിന്റെ സോജ്വലമായ സമരവും ഗുരുവായൂർ സത്യാഗ്രഹവും തിരുവാർപ്പ് സമരവുമെല്ലാം ഇങ്ങനെ നാടിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള സംഭാവന നൽകിയ വൈക്കം സത്യാഗ്രഹം കാലവും ചരിത്രമുള്ള ഒരു കാലം ചരിത്രയേടുകളിലെ തിളങ്ങുന്ന അധ്യായമായി ജ്വലിക്കുന്ന അധ്യായമായി നിഴലിക്കും. ഇന്ന് വിദേശ ലൈബ്രറികളിൽ പോകുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം കണ്ടെത്താൻ കഴിയുന്ന നാമമാണ് വൈക്കം നിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ കരുത്തു പകരട്ടെ. നമുക്കെല്ലാം ചേർന്ന് പ്രതിജ്ഞയെടുക്കാം. ഈ മഹാസമ്മേളനത്തിൽ നിന്ന് ഒരു പുതിയ ദീപശിഖയായിരുന്നു മതനിരപേക്ഷത. ഈ കേരളത്തിൽ തുടങ്ങി തമിഴ്നാട് വഴി അങ്ങ് ദേശീയ തലത്തിൽ എല്ലാ മേഖലയിലും ഇത് വളർന്ന് പന്തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷന്റെ വാക്കുകൾക്ക് നന്ദി. വേദിയിലുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിൽ നവചൈതന്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും നൈതികതയുടെയും ജ്വാല തെളിച്ചുകൊണ്ട് നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് 100 വയസ്സ് തികയുന്ന വേളയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സത്യാഗ്രഹ കാലയളവ് 603 ദിവസം നീണ്ടതുകൊണ്ട് തന്നെ 2023 ഏപ്രിലിൽ ആരംഭിച്ച് 2025 നവംബറിൽ അവസാനിക്കുന്ന രീതിയിലാണ് അനുസ്മരണ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് കാരണഭൂതരായവരെയും നേതൃത്വം കൊടുത്തവരെയും അനുസ്മരിക്കുന്നതിനായി സെമിനാറുകൾ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ, ഗ്രന്ഥശാലാ സംഘം, കേരള ചരിത്ര കോൺഗ്രസ്, സർവകലാശാലകൾ എന്നിവയുമായി ചേർന്ന് സംഘടിപ്പിക്കും. വൈക്കം സത്യാഗ്രഹവും പത്രങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറുകൾ മീഡിയ അക്കാദമിയുമായി ചേർന്ന് നടത്തുന്നതാണ്. രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കുപിള്ള അനുസ്മരണം, EV രാമസ്വാമി നായ്ക്കർ അനുസ്മരണം എന്നിവയും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അകാലികൾ സൗജന്യ ഭോജനശാല തുടങ്ങിയത് അനുസ്മരിച്ചുകൊണ്ട് കോൺഗ്രസ് ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയതും തിരുവിതാംകൂർ നിയമസഭ സഞ്ചാര സ്വാതന്ത്ര്യ പ്രമേയം നിരാകരിച്ചതും അടിസ്ഥാനമാക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിയമസഭകളും പൗരാവകാശവും മതാചാരങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റുമായി ചേർന്ന് സംഘടിപ്പിക്കും. 1925 മാർച്ച് 9 മുതൽ മാർച്ച് 11 വരെ ഗാന്ധിജി കേരളത്തിൽ നടത്തിയ പ്രചാരണ പരിപാടികളെ അനുസ്മരിച്ചുകൊണ്ട് ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ഉണ്ടാവും. 1925 മാർച്ച് 10 ഗാന്ധിജിയും ഇണ്ടംതുരുത്തി നമ്പൂതിരിയുമായി നടത്തിയ സംഭാഷണത്തെ അനുസ്മരിച്ച് ഹിന്ദു ധർമ്മശാസ്ത്രവും സാമൂഹ്യ പരിഷ്കരണവും എന്ന വിഷയത്തിൽ സെമിനാർ. 1925 മാർച്ച് 12 നടന്ന ഗാന്ധിജി നാരായണഗുരു സമാഗമത്തിൻ്റെ അനുസ്മരണം ശിവഗിരിയിൽ. സമരത്തിൽ ആദ്യം പങ്കെടുത്ത കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ, കണ്ണിൽ ചുണ്ണാമ്പ് തേച്ച് സമരത്തിൽ കഠിന ആക്രമണത്തിന് വിധേയരായ ആമചാടി തേവൻ, രാമൻ ഇളയത് എന്നിവരെ ഓർമ്മപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ.
1925 മാർച്ച് 17 പുലയ സമുദായ അംഗങ്ങളോട് ഗാന്ധിജി സംസാരിച്ചതിൻ്റെ സ്മരണ ഉയർത്തിക്കൊണ്ട് ചർച്ചാ സമ്മേളനം എന്നിവയും കാര്യപരിപാടികളിൽ ഉൾപ്പെടുത്തും. അയിത്തോച്ചാടനം, ക്ഷേത്രപ്രവേശനം തുടങ്ങിയ ആവശ്യങ്ങളുമായി സമരങ്ങൾ നടന്നിട്ടുള്ള കൽപ്പാത്തി, കോഴിക്കോട്, തിരുവാർപ്പ്, പാലിയം, ഗുരുവായൂർ എന്നീ പ്രധാന സ്ഥലങ്ങളിൽ സംവാദങ്ങൾ ഉണ്ടാവും. ക്ഷേത്രാചാരങ്ങളും പൗരാവകാശങ്ങളും മുൻനിര പോരാളികളും ക്ഷേത്രാചാരങ്ങളും മാതൃക കാട്ടിയ സന്യാസിമാരും ക്ഷേത്രാചാരങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും വിശ്വാസം, ആചാരം, പൗരാവകാശം, വനിതാ പ്രക്ഷോഭങ്ങൾ, സാമൂഹിക ആചാരങ്ങളും മലയാള സാഹിത്യവും, വിശ്വാസം, ആചാരം, സർഗബോധം, തൊഴിലാളി മുന്നേറ്റങ്ങൾ, ആചാരം, വിശ്വാസം, ഭരണഘടന, നിയമവാഴ്ച, നിയമപണ്ഡിതരുടെ സംഭാവന, നവോത്ഥാന നായകരുടെ നാമധേയത്തിൽ കേരളത്തിലെമ്പാടും വൻ ജനപങ്കാളിത്തത്തോടെയുള്ള 3 ദിവസം നീണ്ടു നിൽക്കുന്ന മതേതര കൺവെൻഷനുകൾ എന്നിങ്ങനെ 7 മേഖലകളാക്കി തിരിച്ച് എല്ലാ ജില്ലകളിലും ചർച്ചകളും ആശയപ്രചരണങ്ങളും നടത്തും. സംസ്ഥാന തലത്തിൽ എല്ലാ മാസവും വിപുലമായ ഒരു പരിപാടി ഈ കാലയളവിൽ സംഘടിപ്പിക്കുന്നതിനാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ വിവിധ സമ്മേളനങ്ങളോടെ 603 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ 2025 നവംബറിൽ അവസാനിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നന്ദി സർ. പ്രിയമുള്ളവരെ, അടുത്തതായി ത്യാഗോജ്വലവും ഐതിഹാസികവുമായ സത്യാഗ്രഹ സമരത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ഈ വേദിയിൽ. சரித்திர புகழ்பெற்ற வைக்கம் போராட்டத்தின் நூற்றாண்டு விழாவை துவங்கி வைக்க கேரள மாநிலத்தில் வருகை தந்துள்ள தமிழகத்தின் முதல்வர் தலைவர் உயர் திரு மு.க. ஸ்டாலின் அவர்களை கேரள முதல்வர் உயர் திரு பினராயி விஜயன் அவர்களுடன் ദീപമേത്തി இந்த വിഴാவை തുവങ്കി വെക്കുമാറ് അൻപുടൻ കേട്ടുകൊള്ളുகிறோം. തിരിതെളിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം.കെ. സ്റ്റാലിൻ അവர்களെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൈവിളക്ക് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി പി കെ ജയശ്രീ, ശ്രീമതി മിനി ആന്റണി IAS എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, and the Honorable Chief Minister of Tamil Nadu, Shri M.K. Stalin, will together light the lamp, marking the beginning of the state-level celebrations. Thank you, sirs, for inaugurating the event in such a graceful manner. We are honored by your presence and your commitment to the ideals of the historic struggle. And now, it's with great pleasure that I invite the Honorable Chief Minister of Tamil Nadu, Shri M.K. Stalin, to deliver the inaugural address and share his valuable insights with us. துவக்க விழா பேருரைக்காக தமிழக முதல்வர் மாண்புமிகு மு.க. ஸ்டாலின் அவர்களை நிறைந்த மனதுடன் அன்புடன் அழைக்கிறோம். வணக்கம். വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വർഷികം ഗംഭീരമായി നടത്താൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും എൻ്റെ പ്രിയപ്പെട്ട സഹായവുമായ തിരു പിണറായി വിജയൻ അവർകളെ, ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, ബഹുമാനപ്പെട്ട കേരള പ്രതിപക്ഷ നേതാവ് അവർകളെ, ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികരെ,
ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെ, டிஎம்கே ட்ரெஷரர் திரு டிஆர் பாலு எம்பி அவர்களே, தமிழ்நாடு சிபிஎம் செயலாளர் பாலகிருஷ்ணன் அவர்களே, எஸ்என்டிபி ஜெனரல் செக்ரட்டரி, கேபிஎம்எஸ் ஜெனரல் செக்ரட்டரி, கேரள நவோதன சமிதி ஜெனரல் செக்ரட்டரி மற்றும் பிரதானப்பட்ட கேரள பார்ட்டி നേതാക്കളെ, ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട മലയാളം സംസാരിക്കുന്ന കേരളത്തിലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവർക്കും ആദ്യം സ്വാഗതം. ഈ പരിപാടി സംഘടിപ്പിച്ചതിന് തമിഴ് മക്കളുടെ പേരിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. கடந்த மார்ச் 6ஆம் நாளன்று நாகர்கோவிலில் நடந்த தோல் சீலை போராட்டத்தின் 200வது ஆண்டு விழாவில் நானும் கேரள முதலமைச்சர் பினராயி விஜயன் அவர்களும் கலந்து கொண்டோம். அந்த கூட்டத்தில் பேசிய நான், வைக்கம் போராட்டம் நடந்து 100 ஆண்டுகள் ஆக போகிறது. அதனை தமிழ்நாடு அரசும் கேரள அரசும் இணைந்து வைக்கம் 100ஆண்டு வெற்றி விழாவை கொண்டாட வேண்டும் என்று நான் வேண்டுகோள் விடுத்தேன். எனக்கு பிறகு பேசிய மாண்புமிகு கேரள முதலமைச்சர் பினராயி விஜயன் அவர்கள் அதனை உறுதிப்படுத்தி பேசினார்கள். ഞങ്ങൾ നടത്താം, താങ്കൾ വരണമെന്ന് ആ വേദിയിലെ വെച്ച് തന്നെ സഖാവ് പിണറായി വിജയൻ എന്നെ സ്വാഗതം ചെയ്തു. ഉടൽ കൊണ്ട് വേറെ വേറെ എന്നാലും ചിന്ത കൊണ്ട് നമ്മൾ ഒന്നാണ് എന്ന് അപ്പോൾ തന്നെ ആദ്യം തെളിയിച്ചു. சில நாட்களில் கேரள அமைச்சர் திரு சாஜி செரியன் அவர்களை சென்னைக்கு அனுப்பி வைத்து என்னை சந்திக்க வைத்தார்கள். வைக்கம் 100ஆண்டு விழாவில் கலந்து கொள்ள வேண்டும் என்று கேட்டுக்கொண்டார்கள். மாண்புமிகு சகோதரர் பினராயி விஜயன் அவர்கள் அழைத்து நான் இதுவரை வராமல் இருந்ததில்லை. தமிழ்நாட்டில் இப்போ நியமசபா நடக்குன்னு, എന്നാലും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ആം വാർഷികത്തിൽ നിശ്ചയം പങ്കെടുക്കണം എന്നുള്ളതിനാൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. கேரளாவே இங்கு திரண்டு வந்திருக்கிறது என்று சொல்லத்தக்க அளவில் மிக பிரம்மாண்டமாக நிகழ்ச்சி ஏற்பாடு செய்யப்பட்டுள்ளது. வைக்கம் என்பது இப்போது கேரள மாநிலத்தில் இருந்தாலும் தமிழ்நாட்டுக்கு எழுச்சியை உணர்ச்சியை ஏற்படுத்திய ஊர். 1924ஆம் ஆண்டு வைக்கத்தில் நடந்த போராட்டம் என்பது கேரளத்தின் சமூக நீதி வரலாற்றில் மட்டுமல்ல, தமிழ்நாட்டு சமூக நீதி வரலாற்றிலும் மகத்தான போராட்டம். இன்னும் சொன்னால் இந்தியாவுக்கே வழிகாட்டிய போராட்டம். வைக்கம் போராட்டம்தான் மகர் போராட்டத்தை நடத்துவதற்கு எனக்கு தூண்டுதலாக அமைந்திருந்தது என்று அண்ணல் அம்பேத்கர் அவர்கள் பிற்காலத்தில் எழுதினார்கள். வைக்கம் போராட்டத்தின் தூண்டுதலால் தான் தீண்டாமைக்கு எதிரான போராட்டங்களில் அண்ணல் காந்தியடிகள் அவர்கள் அதிகம் கவனம் செலுத்தினார்கள். தமிழ்நாட்டில் சுயமரியாதை இயக்கத்தை சேர்ந்தவர்கள் ஈரோட்டிலும் சுசீந்திரத்திலும் திருவண்ணாமலையிலும் மதுரையிலும் திருச்சியிலும் மயிலாடுதுறையிலும் கோவில் நுழைவு போராட்டங்களை நடத்துவதற்கான தூண்டுகோலாக இருந்தது வைக்கம் போராட்டம்தான். எனவே சுயமரியாதை சமூக நீதி போராட்டத்தின் தொடக்கமான வைக்கம் மண்ணில் நிற்பதை நான்
பெருமையாக கருதுகிறேன். வெற்றி பெருமிதத்தோடு நான் இங்கே கம்பீரமாக நின்று கொண்டிருக்கிறேன். சூத்திரர்கள் என்றும் பஞ்சமர் என்றும் அடக்கி ஒடுக்கப்பட்ட மக்களை தலைநிமிர வைக்க கேரளத்திலும் தமிழ்நாட்டிலும் சீர்திருத்த இயக்கமானது பல்லாண்டு காலமாக செயல்பட்டு வருகிறது. இதனை சீர்திருத்த இயக்கமாக மட்டுமே சுருக்கி சொல்லிவிட முடியாது. இவைதான் புரட்சி இயக்கங்கள். கேரளாவில் புரட்சி இயக்கம் என்பது நாராயணகுரு, டாக்டர் பல்பு பத்மநாபன், குமாரன் ஆசான், ஐயன் காளி, டி.கே. மாதவன் ஆகிய தலைவர்களால் வரிசையாக நடத்தப்பட்டது. தமிழ்நாட்டு புரட்சி இயக்கமானது ராமலிங்க வள்ளலார், ஐயா வைகுண்டர், அத்திப்பாக்க வெங்கடாசலனார், பண்டித அயோத்திதாசர், டி.எம். நாயர், தந்தை பெரியார் ஆகிய தலைவர்களால் வரிசையாக நடத்தப்பட்டது. இதில் கேரளாவை சார்ந்த டி.கே. மாதவன் அவர்களும் தமிழ்நாட்டை சார்ந்த தந்தை பெரியாரும் இணைந்து நடத்திய வெற்றி போராட்டம் தான் வைக்கம் போராட்டம். ஒடுக்கப்பட்ட சமூகத்து மக்கள் வைக்கம் கோயில் தெருவில் நடந்து செல்ல தடை விதிக்கப்பட்டதை உடைக்க தீண்டாமை ஒழிப்பு குழு அன்றைய காங்கிரஸ் கட்சி தலைவர்களால் அமைக்கப்பட்டது. 1924ஆம் ஆண்டு மார்ச் 30ஆம் நாள் அன்று தடையை மீறி அந்த தெருவுக்குள் நுழையக்கூடிய சத்தியாகிரகம் தொடங்கப்பட்டது. தொடர்ச்சியாக காங்கிரஸ் தலைவர்கள் அனைவரும் கைது செய்யப்பட்டார்கள். முக்கியமான 19 பேர் கைது செய்யப்பட்ட நிலையில் இந்த போராட்டமே இனி நடக்காது என்ற நிலைமை உருவான போதுதான் அந்த நேரத்தில் தமிழ்நாடு காங்கிரஸ் தலைவராக இருந்த தந்தை பெரியாருக்கு கேரள தலைவர்கள் கடிதம் எழுதி வரவழைக்கிறார்கள். நீங்கள் வந்து இந்த போராட்டத்திற்கு உயிரோட்ட வேண்டும் என்று அந்த கடிதத்தில் இருந்தது. உடனடியாக பெரியார் அவர்கள் இங்கு வந்துவிட்டார்கள். எந்த மன்னருக்கு எதிராக இந்த போராட்டம் நடத்துவதற்காக தந்தை பெரியார் அவர்கள் இங்கு வந்தார்களோ அந்த மன்னர் ஆட்சியே அவருக்கு பெரிய வரவேற்பை கொடுத்தது. ஏனென்றால் அந்த மன்னர் குடும்பத்துக்கு தந்தை பெரியாரை நன்கு தெரியும். ஈரோடு வந்தால் மன்னர் குடும்பத்தினர் பெரியாரின் வீட்டில்தான் தங்குவார்கள். அந்த அளவுக்கு நட்பாக இருந்தவர்கள். ஆனால் அதை பற்றியெல்லாம் கவலைப்படாமல் மன்னருக்கு எதிராகவே போராடினார் தந்தை பெரியார் அவர்கள். கேரள முழுவதும் பரப்புரை செய்தார். மக்களிடம் விழிப்புணர்வை ஏற்படுத்தினார். அதனாலேயே தந்தை பெரியார் அவர்களையும் கோவை ஐயாமுத்து அவர்களையும் கூட்டத்திற்கு பேசுவதற்கு தடை விதித்தார்கள். தடையை மீறி பேசியதற்காக கைது செய்து சிறையில் அடைத்தார்கள். விடுதலை செய்யப்பட்ட பிறகு நேராக ஊருக்கு திரும்பாமல் வைக்கம் சென்று மீண்டும் போராடினார் தந்தை பெரியார். மீண்டும் கைது செய்து சிறையில் அடைத்தார்கள். தந்தை பெரியார் அவர்களுக்கு என்ன சிறப்பு என்றால் இந்த போராட்டத்தில் கைதான மற்ற தலைவர்கள் அனைவரும் அரசியல் கைதிகளாக நடத்தப்பட்டார்கள். ஆனால் தந்தை பெரியாரை மிக மோசமாக நடத்தினார்கள். கையிலும் காலிலும் விலங்கு போட்டு கழுத்தில் மரப்பலகை மாட்டி அடைத்து வைத்திருந்தார்கள். இந்த போராட்டத்தில் கைதாகி சிறையில் இருந்த தலைவர்களில் ஒருவரான கே.பி. கேசவ மேனன் அவர்கள் பந்தனத்தில் நின்று என்ற தலைப்பில் மலையாளத்தில் ஒரு புத்தகம் எழுதியிருக்கிறார். அதன் சில வரிகளை மட்டும் நான் படிக்கிறேன். தமிழ்நாடு காங்கிரஸ் கமிட்டியின் தலைவரும் ஈரோடு முனிசிபல் கவுன்சிலின் சேர்மனாக இருந்தவரும் ஒரு பெரும் பணக்காரரும் உத்தம தேசாபிமானியுமான ஈவே ராமசாமி அவர்களுக்கு காலில் சங்கிலி மாட்டப்பட்டிருந்தது. கைதிகளது தொப்பி மாட்டப்பட்டிருந்தது.
முழங்கால் வரையில வேட்டி அணிந்திருந்தார். கழுத்தில் மரக்கட்டையை மாட்டி கொள்ளைக்காரர்கள் மற்றும் கொலைகாரர்களோடு வைக்கப்பட்டுள்ளார். கேரளாவின் தீண்டாமை சாதிக்காரர்களது சுதந்திரத்திற்காக தமிழ்நாட்டின் மேல்குலத்தைச் சேர்ந்த இந்து ஒருவர் இப்படிப்பட்ட தியாகத்தை செய்தது எங்களுக்கெல்லாம் புத்துயிர் தந்தது என்று KP கேசவமேனன் எழுதியிருக்கிறார்கள். தந்தை பெரியார் மட்டுமல்ல, தமிழ்நாட்டிலிருந்து ஏராளமான தியாகிகள் இங்கு வந்து போராடினார்கள். பெரியாரின் மனைவி நாகம்மையார் அவர்களும் அவருடைய சகோதரி கண்ணம்மாள் அவர்களும் இங்கேயே வந்து தங்கி போராடினார்கள். பெரியார் அவர்கள் 74 நாட்கள் இங்கே சிறையில் இருந்தார்கள். 67 நாட்கள் கேரளாவிலே தங்கி போராடினார்கள். மொத்தம் 141 நாட்கள் வைக்கம் போராட்டத்திற்காக தன்னை ஒப்படைத்துக் கொண்டார் தந்தை பெரியார். காங்கிரஸ் தலைவர் என்கிற அடிப்படையில் அண்ணல் காந்தியடிகளை ராணி பேச்சுவார்த்தைக்கு அழைத்தார். இந்த போராட்டத்திற்கு தலைமை வகித்தவர் என்ற அடிப்படையில் பெரியாருடன் பேசி முடிவெடுத்து விட்டுத்தான் காந்தி அவர்களும் ராணியுடன் பேச்சுவார்த்தை நடத்தி சென்றார். கோவிலுக்குள் நுழைவோம் என்று ஈ.வே. ராமசாமி சொல்வதை நிறுத்த சொல்லுங்கள், தெருவை திறந்து விடுகிறோம் என்று ராணி சொல்ல, அதனை பெரியாரிடம் வந்து காந்தியடிகள் சொல்ல, நமது இறுதி இலக்கு கோயில் நுழைவு தான் என்றாலும் இப்போதைக்கு முதற்கட்ட வெற்றியை பெறுவோம் என்று பெரியார் அவர்கள் சொன்னார்கள். அதன் அடிப்படையில் வைக்கம் கோயில் சாலைகள் அனைவருக்கும் திறந்துவிடப்பட்டது. இதன் வெற்றி விழா வைக்கத்தில் நடந்தபோதும் மறக்காமல் பெரியாரை அழைத்து பாராட்டினார்கள் கேரளத்து தலைவர்கள். அந்த வகையில் 100 ஆண்டுகள் கழித்தும் தமிழ்நாட்டை மறக்காமல் எங்களை அழைத்துள்ளார் கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள். வைக்கம் பொன்விழாவானது 1975ஆம் ஆண்டு அன்றைய பிரதமர் இந்திரா காந்தி அம்மையார் தலைமையில் நடந்தது. திராவிடர் கழகத்தினுடைய தலைவர் அன்னை மணியம்மையார் அவர்களும் திராவிடர் கழகத்தினுடைய பொதுச் செயலாளர் ஐயா ஆசிரியர் வீரமணி அவர்களும் வந்து அந்த நிகழ்ச்சியில் பங்கேற்றார்கள். 1985ஆம் ஆண்டு பெரியாருக்கு வைக்கத்தில் நினைவு சின்னம் அமைக்க அடிக்கல் நாட்டு விழாவும் நடந்தது. 3/1/1985 அன்று நடந்த விழாவில் அன்றைக்கு தமிழ்நாட்டினுடைய நிதியமைச்சராக இருந்த நாவலர் நெடுஞ்செழியன் அவர்களும் கேரள வருவாய்த்துறை அமைச்சராக இருந்த PJ ஜோசப் அவர்களும் கலந்து கொண்டார்கள். தந்தை பெரியாரின் புரட்சி மொழிகள் அந்த நூலினுடைய ஆங்கில மொழிபெயர்ப்பு அப்பொழுது வெளியிடப்பட்டுள்ளது. அதன் தொடர்ச்சியாக இந்த விழா ஏற்பாடு செய்திருப்பது மிக மிக பொருத்தமானது. தமிழ்நாடு கேரள தலைவர்கள் சேர்ந்து போராடிய போராட்டத்திற்கு கிடைத்த வெற்றியை இன்றைக்கு நாம் கொண்டாடி கொண்டிருக்கிறோம். தந்தை பெரியார், TK மாதவன், KP கேசவமேனன், ஜார்ஜ் ஜோசப், கேளப்பன், குரூர் நீலகண்ட நம்பூதிரி, மன்னத்து பத்மநாபன், கோவை ஐயாமுத்து, எம்பெருமான் நாயுடு, காந்திராமன், தானுமாலய பெருமாள் போன்ற தியாகிகளை இந்த நாட்டு மக்களுக்கு மீண்டும் நாம் அறிமுகம் செய்தாக வேண்டும். அவர்களது உணவை நம் மாநிலத்து மக்கள் பெற்றாக வேண்டும். நேற்று முன்தினம் தமிழ்நாடு சட்டமன்றத்தில் வைக்கம் நூற்றாண்டு விழாவை சிறப்பிக்கும் வகையில் விதி எண் 110 கீழ் அறிக்கை ஒன்றை நான் அளித்தேன். வைக்கம் போராட்டத்தை நூற்றாண்டு நினைவாக பல்வேறு முன்னெடுப்புகளை தமிழ்நாடு அரசின் சார்பில் செய்ய இருப்பதாக நான் சொல்லி இருக்கிறேன். வைக்கம் சத்தியாகிரகம் 100ஆம் வார்ஷிகத்தின் ஆத்தியப்படைகளில் ஒன்னாயி பழ அதிகமான் எழுதிய வைக்கம் போராட்டம் புஸ்தகத்தின் மலையாள விவர்த்தனம் என்று பிரகாசனம் ചെയ്യുന്നു. തമിഴ്നാട് സർക്കാരിന്റെ കൂടെ ഈ സംസർഗത്തിൽ പ്രവർത്തിച്ച കേരളത്തിലെ മികച്ച പബ്ലിഷിംഗ് ഹൗസായ DC ബുക്സിന് എന്റെ നന്ദി അറിയിക്കുന്നു. പെരിയാർ நினைவகம் சீரமைக்க
8,14,00,000 நிதி ஒதுக்கீடு செய்யப்பட இருக்கிறது. பெரியார் சிறை வைக்கப்பட்ட அருவிக்குத்து சிறை வளாகத்தில் புதிய நினைவகம் அமைக்கவும் தமிழ்நாடு அரசு நினைக்கிறது. உரிய முறையான அனுமதி கடிதத்தை கேரள அரசுக்கு நாங்கள் விரைவில் அனுப்பி வைப்போம். தமிழ்நாட்டில் பிறந்து விட்டதால் தந்தை பெரியார் அவர்கள் தமிழர்களுக்கு மட்டுமான தலைவர் அல்ல, இந்தியாவுக்கு மட்டுமான தலைவர் அல்ல, உலக முழுமைக்குமான தலைவர் தான் தந்தை பெரியார் அவர்கள். அவர் முன்மொழிந்த கொள்கைகள் அனைத்தும் நாட்டுக்கும் அனைத்து மக்களுக்கும் பொதுவான சிந்தனைகள். எனக்கு எந்த பற்றும் இல்லை, மனித பற்று மட்டுமே உண்டு என்று சொன்னவர் தந்தை பெரியார் அவர்கள். சுயமரியாதை, செல்ஃப் ரெஸ்பெக்ட், பகுத்தறிவு, ரேஷனாலிட்டி, சமதர்மம், சோசியலிசம், சமத்துவம், ஈக்குவலிட்டி, மானுட பற்று, ஹியூமனிசம், இரத்த பேதமில்லை, நான் டிஸ்கிரிமினேஷன் பேஸ்ட் ஆன் பிளட், பால் பேதமில்லை, நான் டிஸ்கிரிமினேஷன் பேஸ்ட் ஆன் ஜெண்டர், சுய முன்னேற்றம், செல்ஃப் டெவலப்மெண்ட், பெண்கள் முன்னேற்றம், விமன் எம்பவர்மெண்ட், சமூக நீதி, சோசியல் ஜஸ்டிஸ், மதச்சார்பற்ற அரசியல், செக்குலர் பாலிடிக்ஸ், அறிவியல் மனப்பான்மை, சயின்டிபிக் டெம்பர், இவைதான் பெரியாரியத்தின் அடிப்படை. இவை உலக முழுமைக்குமான கருத்தியல்கள் தான். இந்த கருத்தியல்களை வென்றெடுக்க நாம் அனைவரும் உழைத்தாக வேண்டும். எத்தகைய சனாதன காலத்த பல்வேறு போராட்டங்களின் மூலமாக நாம் கடந்து வந்துள்ளோம் என்பதை இன்றைய இளைய தலைமுறைக்கு எடுத்துச் சொல்லும் பணியை இரு மாநில அரசுகளும் செய்தாக வேண்டும். மீண்டும் சனாதன வர்ணாசிரம சாதியவாத மதவாத சக்திகள் கோலோச்ச நினைக்கும் காலத்தில் நமக்கு இந்த கடமை அதிகம் இருக்கிறது. இதற்கு பெரியார் என்ற பெருவிளக்கு நமக்கு பயன்படும். வைக்கம் போராட்டம் கலைஞரை விளக்காக அமையும். 100 ஆண்டுகளுக்கு முன்னால் எத்தகைய ஒற்றுமையுடன் போராடி வென்றோமோ அதே போன்ற ஒற்றுமையுடன் செயல்படுவோம். வைக்கம் சமரநாயகர் வாழட்டே, சோசியலிஸ்ட் போராட்டங்கள் ஜெயிக்கட்டே. நன்றி, வணக்கம். மிகவும் நன்றி ஐயா. Thank you sir for your kind words. ഇനി ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Now we have the inaugural address by the Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. സഹോദരി സഹോദരന്മാരെ, തമിഴ്നാട് മുഖ്യമന്ത്രി ബഹുമാന്യനായ MK സ്റ്റാലിൻ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടമായിട്ടും ഇവിടെ എത്തിച്ചേർന്നത് വൈക്കം സത്യാഗ്രഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും ആഭിമുഖ്യമാണ് പ്രകടിപ്പിക്കുന്നത്. അതിന് ആദ്യമായും അദ്ദേഹത്തോട് നന്ദി പറയട്ടെ. ഇന്ത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമര മുന്നേറ്റമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികാഘോഷങ്ങൾക്കാണ് നാം തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ മാറുമറക്കൽ സമരം, അരുവിപ്പുറം പ്രതിഷ്ഠ, വില്ലുവണ്ടി യാത്ര, കല്ലുമാല സമരം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇങ്ങനെ നിരവധി നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉൾപ്പെട്ട ഒരു ശൃംഖലയിലെ ഏറ്റവും കരുത്താർന്ന കണ്ണിയാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം സമാനതകളില്ലാത്തതാണ്
എന്ന് പറഞ്ഞത് വസ്തുനിഷ്ഠമായ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്താണ് വൈക്കം സത്യാഗ്രഹത്തെ ഇതര നവോത്ഥാന സമര മുന്നേറ്റങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്? സാമൂഹ്യ പരിഷ്കരണ നവോത്ഥാനധാരയും ദേശീയ സ്വാതന്ത്ര്യ സമരധാരയും വൈക്കം സത്യാഗ്രഹത്തിൽ സമന്വയിച്ചു എന്നതാണ് അത്. അതുവരെ നവോത്ഥാന നായകരും സാമുദായിക സംഘടനകളും സ്വന്തം നിലക്ക് നവോത്ഥാന സംരംഭങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ വൈക്കം സത്യാഗ്രഹമായപ്പോൾ സാമുദായിക നവോത്ഥാന സംരംഭങ്ങളും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഒരുമിച്ച് ചേർന്നു. ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രപരമായ സവിശേഷത. സാമുദായിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മാത്രം നേതൃത്വത്തിലല്ലാതെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെ അതുവരെ അങ്ങനൊരു പോരാട്ടം നടന്നതായി മറ്റെവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല എന്താണ് വസ്തുത. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അടക്കമുള്ള നവോത്ഥാന നായകരുടെ ചൈതന്യവത്തായ സന്ദേശങ്ങളുടെ പ്രചോദനം ഇല്ലായിരുന്നെങ്കിൽ വൈക്കം സത്യാഗ്രഹം പോലെ പുരോഗമനപരമായ ഒരു സമരം കേരളത്തിൽ നടക്കുമായിരുന്നില്ല. ശ്രീനാരായണ ഗുരു ഒരു റിക്ഷാവണ്ടിയിൽ വൈക്കം ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടി പോയപ്പോൾ ഒരു സവർണ സ്ത്രീ തടഞ്ഞുവെന്നും അതാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്കുള്ള വഴി തുറന്നതെന്നും ആ കാലത്ത് ജീവിച്ചിരുന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഒരു കവിതയിൽ പറയുന്നുണ്ട് താൻ. വൈക്കം സത്യാഗ്രഹത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കണ്ടുചേർക്കുന്നതിൽ ശ്രീ ടി കെ മാധവൻ വഹിച്ച പങ്ക് ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ളവർ അനുഭവിച്ച യാതനകളും ആ ഘട്ടത്തിൽ സമരത്തിന് നേതൃത്വം കൊടുത്തവരും പങ്കാളികളുമായവർ അനുഭവിച്ച യാതനകളും ശ്രീ എം കെ സ്റ്റാലിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഇക്കാര്യത്തിൽ ഗാന്ധിജിയുമായി സംസാരിക്കാൻ ടി കെ മാധവൻ പോയത്. ഗാന്ധിജിയുടെ ഇടപെടൽ കൂടി ഉണ്ടായപ്പോഴാണ് ദേശീയ പ്രസ്ഥാനവുമായുള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കണ്ണി കൂടുതൽ ഉറച്ചത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം തന്നെയും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ്. പൗരൻ്റെ അവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. എന്നാൽ ഇത് തടയുന്ന നിലയാണ് നമ്മുടെ നാട്ടിൽ ആ കാലത്തുണ്ടായിരുന്നത്. പൊതുവഴികളിലൂടെ, പ്രത്യേകിച്ച് ക്ഷേത്ര സമീപമുള്ള വഴികളിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നടക്കാൻ
അവകാശമില്ലായിരുന്നു. അവരുടെ നടക്കലിനെ വിലക്കുന്ന തീണ്ടൽ പലകകൾ പലയിടത്തും സ്ഥാപിച്ചിരുന്നു. വൈക്കത്തും ആ കാലത്ത് അത് സ്ഥാപിച്ചിരുന്നു. ഇത് മനുഷ്യത്വ വിരുദ്ധമായ പൗരസ്വാതന്ത്ര്യ നിഷേധമാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് വൈക്കം സത്യാഗ്രഹം രൂപപ്പെട്ടു വന്നത്. ചാതുർവർണ്ണയത്തിൻ്റെ ജീർണമായ വ്യവസ്ഥയ്ക്കെതിരെയുള്ള യുദ്ധകാഹളമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ മുഴങ്ങിയത്. അത് പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെ മുന്നോട്ടു പോയി. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പോലും വഴി തെളിച്ചത് വൈക്കം സത്യാഗ്രഹത്തിലൂടെ ശക്തിപ്പെട്ടു വന്ന ആ സമര പരമ്പരയാണ്. വൈക്കം സത്യാഗ്രഹം കേരളത്തിന് മാത്രമല്ല, ഇവിടെ ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രസ്താവിച്ചതുപോലെ തമിഴ്നാടിനും അഭിമാനിക്കാൻ ഏറെ വക നൽകുന്ന ഒന്നാണ്. തമിഴ്നാട്ടിലെ അബ്രാഹ്മണ ദ്രാവിഡ പ്രസ്ഥാനത്ത് നയിച്ച EV രാമസ്വാമി നായ്ക്കർ അവിടെ നിന്ന് വന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഇവിടെ ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തതിൻ്റെ വിശദമായ കാര്യങ്ങൾ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് സംസ്ഥാനങ്ങൾക്കും വിസ്മരിക്കാവുന്നൊരു കാര്യമല്ല. സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിൽ വ്യാപൃതരായ നിരവധി പേരാണ് തമിഴ്നാട്ടിൽ നിന്നും സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി വൈക്കത്ത് എത്തിച്ചേർന്നത്. സി രാജഗോപാലാചാരി, ശ്രീനിവാസ അയ്യങ്കർ, അയ്യാമുത്തു ഗൗണ്ടർ, അങ്ങനെ ആ കാലത്ത് തമിഴ്നാട്ടിലുള്ള എത്രയോ മുതിർന്നവർ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഈ ചടങ്ങിലെ സാന്നിധ്യത്തിന് സവിശേഷമായ ഔചിത്യ ഭംഗിയുണ്ട്. അഭിമാനകരമായ ഒരേ പോരാട്ട സംസ്കാര പൈതൃകം പങ്കിടുന്ന സഹോദര ജനതകളാണ് തമിഴ്നാട്ടിലേതും കേരളത്തിലേതും. ഇവിടെ തോൾശീലെ സമരത്തിൻ്റെ വാർഷികത്തിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തപ്പോഴുണ്ടായ ഈ വൈക്കം സത്യാഗ്രഹ വാർഷികാഘോഷത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ച് ബഹുമാനായ സ്റ്റാലിൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കേണ്ടതായിട്ടില്ല. വൈക്കം സത്യാഗ്രഹം വലിയൊരു മാതൃകയാണ് മുന്നോട്ട് വെച്ചത്. പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്ന മാതൃക. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും മനസ്സ് അതിൽ ഒരുമിച്ച് നിന്നു. ഒരുമിച്ച് ചേരലിൻ്റെതായ ആ മനസ്സ് വരുംകാലത്തും ഉണ്ടാവും. വലിയ സാഹോദര്യമായി അത് ശക്തിപ്പെടും. ഇന്ത്യക്ക് തന്നെ അത് പുതിയ മാതൃകകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുമെന്ന് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും EV രാമസ്വാമി നായ്ക്കരുടെയും സ്മരണകൾ സ്പന്ദിച്ചു നിൽക്കുന്ന വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം മറ്റൊരു മാതൃക കൂടി നമ്മുടെ മുൻപിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. നവോത്ഥാന സമരം എന്നത് സാമൂഹ്യ വ്യവസ്ഥിതി കൊണ്ട് മാത്രം ദുരനുഭവം നേരിടേണ്ടി വരുന്ന ജാതികളിൽപ്പെട്ടവർ വേർതിരിഞ്ഞു നിന്ന്
ഒറ്റക്ക് നടത്തേണ്ട ഒന്നല്ല എന്നതാണത്. കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്, ടി കെ മാധവൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, കണ്ണന്തോടത്ത് വേലായുധ മേനോൻ, ഇങ്ങനെ ഒട്ടേറെ പേരാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായത് എന്നത് നാം ഓർക്കണം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്ന കാൽനട ജാതിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട ഒരാൾക്കെതിരെയുണ്ടായ കഠിനമായ മർദ്ദനം സ്വയം ഏറ്റുവാങ്ങി മന്നം ആ വ്യക്തിയെ രക്ഷിച്ചത് ഈ ഘട്ടത്തിൽ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ്. അവർണർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെടുന്നതായിരുന്നു മന്നത്തിന് നേതൃത്വം നടന്ന ആ സവർണ ജാഥ. കാക്കിനടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ അയിത്തോച്ചാടനത്തെയും ക്ഷേത്രപ്രവേശനത്തെയും അനുകൂലിച്ച് അവതരിപ്പിച്ച പ്രമേയം ഗാന്ധിജി നൽകിയ അനുഗ്രഹാശംസ, ആ ഘട്ടത്തിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വൈക്കം സന്ദർശനം, ആശ്രമം തന്നെ സമരക്കാർക്ക് വിട്ടുകൊടുത്ത ഗുരുവിൻ്റെ നടപടി, അയിത്തോച്ചാടന കമ്മിറ്റി രൂപീകരണം, ഇവയെല്ലാം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ചരിത്രത്തിൽ നിന്നും നാം ഓർമ്മിച്ചു വെക്കേണ്ട പാഠങ്ങളാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി എത്തിയ ഗാന്ധിജിയെപ്പോലും ആഢ്യ സവർണരല്ലാത്തതിൻ്റെ പേരിൽ ക്ഷേത്രത്തിൻ്റെ ഭരണച്ചുമതലയുണ്ടായിരുന്ന ഇണ്ടംതുരുത്തി മനക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരുന്നതിനെക്കുറിച്ച് ഇവിടെ പലരും എടുത്തു പറയുകയുണ്ടായി. ക്ഷേത്രത്തിനോട് ചേർന്ന പൊതുവഴികൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം മനയുടെ അധികാരികൾ നിരാകരിച്ചു. ഗാന്ധിജിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന അപമാനകരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ആ മനയാണ് ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചെത്തുതൊഴിലാളി സംഘടനയുടെ ഓഫീസായി പ്രവർത്തിക്കുന്നത്. ആത്യന്തികമായി ചരിത്രം പുരോഗമനപരമായാണ് മുന്നേറുക എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. സത്യാഗ്രഹികൾ നേരിട്ട ക്രൂരമായ മർദ്ദനം മറക്കാനാവാത്തതാണ്. ഇവിടെ പരാമർശിക്കുകയുണ്ടായി ബ്രാഹ്മണൻ തന്നെയായ രാമൻ എളയത് എന്ന സത്യാഗ്രഹിയുടെ കണ്ണിൽ ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കൾ ബലം പ്രയോഗിച്ച് ചുണ്ണാമ്പെഴുതിയത്, ജീവിതാന്ത്യം വരെ അന്ധനായി കഴിയേണ്ടി വന്ന അവസ്ഥ. ഇത്തരം ഒട്ടേറെ യാതനാനുഭവങ്ങൾ നിറഞ്ഞ വൈക്കം സത്യാഗ്രഹത്തിലൂടെയും മറ്റുമാണ് പ്രബുദ്ധതയുടെ സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ നമ്മുടെ കേരളം ഇന്ത്യയുടെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിലയിലേക്ക് ഉയർന്നിട്ടുള്ളത്. ഇതര നവോത്ഥാന സമര മുന്നേറ്റങ്ങളിൽ നിന്ന് വൈക്കം സത്യാഗ്രഹം പല കാരണങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുകയാണ്. പ്രഭാവശാലികളായ ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നതായിരുന്നു നമ്മുടെ രാജ്യത്തെ നവോത്ഥാന മുന്നേറ്റങ്ങൾ. രാജാറാം മോഹൻ റോയ് മുതൽ മഹാത്മാ ഫൂലെ വരെയുള്ള ദീപ്ത വ്യക്തിത്വങ്ങൾ ദേശീയ തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരു മുതൽ അയ്യങ്കാളി വരെയുള്ള ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അവർ നയിച്ച പോരാട്ടങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരും.
എന്നാൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത വ്യക്തി കേന്ദ്രീകൃത നവോത്ഥാന മുന്നേറ്റമായിരുന്നില്ല അത് എന്നതാണ്. അതോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടി നേതൃത്വത്തിലുണ്ടായ സാമൂഹ്യ നവോത്ഥാന സംരംഭം, അതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നവോത്ഥാന മുന്നേറ്റത്തിൽ ഒരു പങ്കുമുണ്ടായിരുന്നില്ല എന്ന് സമർത്ഥിക്കുന്ന ഒരു രീതി ഇന്ന് ചിലർ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അത് വസ്തുനിഷ്ഠമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് വൈക്കം സത്യാഗ്രഹം. അതോടൊപ്പം അന്ന് നിലനിന്ന സാമൂഹ്യാവസ്ഥയുടെ തിക്തഫലം അനുഭവിച്ച ജാതിയിൽപ്പെട്ടവർ തങ്ങളുടേതായ തലത്തിൽ നടത്തിയ അവകാശ പോരാട്ടമല്ല, മറിച്ച് എല്ലാ ജാതിയിലും പെട്ട ഉൽപ്പതിഷ്ണുക്കളായവർ ഒത്തുചേർന്ന് നടത്തിയതാണ് വൈക്കം സത്യാഗ്രഹം. അതിനുമപ്പുറം ക്രിസ്ത്യൻ, മുസ്ലിം എന്നുവേണ്ട സിഖ് മതത്തിൽപ്പെട്ട പുരോഗമന ചിന്താഗതിക്കാരുടെ പോലും പിന്തുണ അതിനുണ്ടായി. കെ അബ്ദുൾ റഹ്മാൻ കുട്ടി, ഫരീദ് സാഹിബ്, MK അബ്ദുൾ റഹീം തുടങ്ങിയവർ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ച് ഐക്യദാർഢ്യവുമായി വൈക്കം സത്യാഗ്രഹത്തിലെത്തി. ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലെയുള്ള ആളുകളുടെ പേരുകൾ ഇത്തരുണത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതോടൊപ്പം 10 സിഖ് സഹോദരങ്ങൾ വൈക്കത്തെത്തി ഭോജനശാല തുറന്നു. ഇങ്ങനെ നോക്കിയാൽ കൃത്യമായ മതനിരപേക്ഷ സ്വഭാവം വൈക്കം സത്യാഗ്രഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് കാണാൻ നമുക്ക് സാധിക്കും. അധസ്ഥ ജനവിഭാഗങ്ങൾക്ക് പൊതുവഴി ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന തീരുമാനം 1865 തന്നെ തിരുവിതാംകൂർ സർക്കാർ കൈക്കൊണ്ടിരുന്നു. പക്ഷേ ആ തീരുമാനം നടപ്പിലാവാൻ ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം ഒരു ജനകീയ പ്രക്ഷോഭം വേണ്ടി വന്നു. മെച്ചപ്പെട്ട നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് മാത്രം സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നും അതിന് സമൂഹത്തിൻ്റെ ആകെ മനസ്ഥിതിയിൽ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ജനകീയ ഇടപെടലുകൾ വേണ്ടിവരും എന്നുമാണ് വൈക്കം സത്യാഗ്രഹം വ്യക്തമാക്കുന്നത്. വൈക്കം സത്യാഗ്രഹമാകട്ടെ അതിനെ തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിനകത്തും ഇന്ത്യയിൽ തന്നെ മറ്റിടങ്ങളിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് ഉത്തേജനമായി മാറി. ഇതും നാം കാണാതെ പോകരുത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായിരുന്നു എന്നത് നാം കാണേണ്ടതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പ്രകടമായ നവോത്ഥാനത്തിൻ്റെ പൈതൃകം മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടവന്ന പ്രസ്ഥാനങ്ങളാണ് ഇന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും ഭരണത്തിലുള്ളത് എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു യാദൃശ്ചികതയാണ്. പെരിയാറും അണ്ണാദുരൈയും പോലെയുള്ളവരുടെ ദ്രാവിഡ മുന്നേറ്റ പ്രസ്ഥാനത്തെ കാലാനുസൃതമായി രാഷ്ട്രീയവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തമിഴ്നാട്ടിലെ ബഹുമാനായ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK ഗവൺമെൻറ് ചെയ്യുന്നത്. നവോത്ഥാന പൈതൃകത്തിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ട് മാനവികതയുടേതായ ഒരു പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടി സാധ്യമാക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ ഉത്തമ മൂല്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന 2 ധാരകളുടെ ഇത്തരത്തിലുള്ള ഒരു സംഗമം വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ സാധ്യമാകുന്നുവെന്നത് തീർച്ചയായും അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെ ഈടുവെപ്പുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന ഒരുമ ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പൊതുവായ താൽപ്പര്യങ്ങളാകെ മുൻനിർത്തിയുള്ള പോരാട്ടങ്ങളിലെ ഒരുമയായി വരും എന്നത് വ്യക്തമാണ്. ആ രീതിയിൽ വരും കാലത്ത് അത് വളരും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കരണധാരിയെയും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനധാരിയെയും പരസ്പരം ലയിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞവരാണ് നമ്മൾ. എന്നാൽ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്ത അവസ്ഥയുണ്ട്. അതിനെല്ലാം മാതൃകയാക്കാനാവുന്നതാകും കേവലം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ളതും രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതുമായ ഇത്തരം നിലപാടുകൾ. ഒരു നൂറ്റാണ്ട് മുൻപത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു താൽപ്പര്യം മുൻനിർത്തിയുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം. ജാതി വ്യവസ്ഥ നിലനിന്നാൽ ഗുണമുണ്ടാകുമായിരുന്ന സമുദായങ്ങളിലെ ഉൽപ്പതിഷ്ണുക്കൾ വരെ വൈക്കം സത്യാഗ്രഹത്തിൽ അണിനിരന്നു. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികാഘോഷം ഉയർത്തുകയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗമനപരമായ മുന്നോട്ടു പോക്കിന് വിഘ്നം സൃഷ്ടിക്കും വിധത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അവയെ തട്ടിമാറ്റി മുന്നേറാനും കഴിയണമെന്ന ഓർമ്മപ്പെടുത്തലാണത്. അതിനായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ അതിനേക്കാൾ ഉപരി വലിയ അപകടത്തെ ചെറുക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്ന അതിബൃഹത്തായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണിത്. കൊടിയ അനീതികൾക്കും അസമത്വങ്ങൾക്കുമെതിരെ നിലകൊള്ളുന്നവർ മാത്രമേ ശാശ്വതമായി അതിജീവിക്കൂ എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണത്. നമ്മുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്കും അവയെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുമെതിരായ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇവിടെ സംഗമിക്കുന്നത്. അവയെ പൊരുതി തോൽപ്പിക്കുന്നിടത്തേക്ക് നവോത്ഥാന മുന്നേറ്റങ്ങളുടെ തുടർച്ചയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ മാത്രമല്ല, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലാകെ ഉയർത്തിപ്പിടിക്കപ്പെട്ട മൂല്യമാണ് മതനിരപേക്ഷത. അതാകട്ടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിലൊന്നാണ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്ത് അതിനു പകരമായി മനുസ്മൃതിയെ അവരോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ പഴയകാലത്തെ സാമുദായിക ഉച്ചനീചത്വങ്ങൾ, അനാചാരങ്ങൾ, അസമത്വങ്ങൾ, അടിച്ചമർത്തലുകൾ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ മാത്രമേ ഉപകരിക്കൂ എന്നത് നാം തിരിച്ചറിയണം. ഇവിടെ ഇന്നൊരു മഹാസംഗമമാണ് നടക്കുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവും 603 ദിവസം കൊണ്ട് നാം ചെയ്തു തീർക്കുന്ന മറ്റ് കാര്യങ്ങളും വെച്ച് ഇത് അവസാനിച്ചുകൂടാ എന്നതാണ് പൊതുവിൽ പ്രകടിപ്പിക്കപ്പെട്ട വികാരം. ആ വികാരം സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രൗഢി എല്ലാ തലയിലും നിലനിർത്തുമാറുള്ള ഒരു സ്മാരകം ഇവിടെ സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സ്മരണക്കായി നിർമ്മിക്കുമെന്നുകൂടി ഈ ഘട്ടത്തിൽ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴ അധിയമൻ തമിഴിൽ രചിച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രഗ്രന്ഥമാണ്
വൈക്കം പോരാട്ടം. അത് DC ബുക്സ് പരിഭാഷപ്പെടുത്തി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത ഒരുപാട് ചരിത്രരേഖകൾ ഉൾക്കൊള്ളുന്ന ആ കൃതി ഇവിടെ ഇന്ന് സംയുക്തമായി ഞങ്ങൾ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക ഘട്ടത്തിൽ ഈ കൃതി അച്ചടിച്ചിറക്കിയ DC ബുക്സിനെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുതകുന്ന പോരാട്ടങ്ങൾക്കുള്ള വലിയ ഊർജമായി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികാഘോഷങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ സ്റ്റാലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നന്ദി. Ladies and gentlemen, it's now time for a special moment as we witness a gesture of appreciation and friendship between two great leaders. Our Chief Minister, Shri Pinarayi Vijayan, will now present a token of Kerala's love to the Honorable Chief Minister of Tamil Nadu, Shri M.K. Stalin. Shri Srini Edavenna എന്ന അനുഗ്രഹീത കലാകാരൻ മരത്തിൽ കൊത്തുപണി ചെയ്ത് നിർമ്മിച്ച പോർട്രേറ്റ് ആണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കുന്നത്. ശ്രീനി എടവണ്ണ വേദിയിലുണ്ട്. അദ്ദേഹം ഈ പോർട്രേറ്റ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ്. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ M.K. സ്റ്റാലിന് കേരളത്തിന്റെ സ്നേഹവും It's now time for a special moment as we release the Malayalam edition of the book Vaikam Poratam, titled Vaikam Satyagraha, which sheds light on Periyar's involvement in the Satyagraha movement. Before that, I would request the Tamil Nadu CPM Secretary, Sri Balakrishnan, to provide Vaikam Satyagrahathinte പ്രകാശന കർമ്മം. വൈക്കം പോരാട്ടം അതിന്റെ മലയാള പതിപ്പ് വൈക്കം സത്യാഗ്രഹം. ഇതിനായി വേദിയിലേക്ക് പ്രസാധകരായ DC ബുക്സിന്റെ CEO ശ്രീ രവി DCയെയും ഈ പുസ്തകം രചിച്ച പഴ അതിയമാൻ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരു പഴ അതിയമാൻ മിക മகிழ்ச்சியுடன் അദ്ദേഹത്തെ മേടേക്ക് അழைக்கிறோம். പ്രസാധകരായ DC ബുക്സ് പുസ്തകരചന തമിഴിൽ നടത്തിയ പഴ അതിയമാൻ. The Honorable Chief Minister of Tamil Nadu, Shri M.K. Stalin, to unveil the CPI Samsthana Secretary, Shri Kanam Rajendran. യോഗാധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യരായ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, സഖാവ് പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി തിരു സ്റ്റാലിൻ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത് വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജനകീയ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഈ അധ്യായം പുതിയ തലമുറയിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ചെയ്യുന്ന ഈ പരിശ്രമത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. വിജയകരമായി വരുന്ന 600 ദിവസക്കാലം ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്കെല്ലാം യോജിച്ച് മുന്നോട്ട് പോകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കട്ടെ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ
ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ജനശക്തിയുടെ ഇടപെടലില്ലാതെ നിയമനിർമ്മാണങ്ങൾ കൊണ്ട് മാത്രം രാജ്യത്ത് പുരോഗതി ഉണ്ടാവുകയില്ല എന്നാണ്. തിരുവിതാംകൂറിൽ എല്ലാവർക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം 6 പതിറ്റാണ്ട് കാലം അത് യാഥാർത്ഥ്യമായില്ല എന്നതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന് വേദിയൊരുങ്ങിയത്. ആ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരുടെ ആ വലിയ നിര നിങ്ങൾ പരിശോധിച്ചു. അതിനകത്ത് സവർണനെന്നോ അവർണനെന്നോ എന്ന വ്യത്യാസമില്ലാതെ, മുന്നോക്കക്കാരനോ പിന്നോക്കക്കാരനോ എന്ന വ്യത്യാസമില്ലാതെ, മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ വിഭാഗവും ഒരുമിച്ച് ചേർന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വർത്തമാനകാല പോരാട്ടങ്ങളിൽ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അത്. ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പങ്കാളിത്തം, ഇതെല്ലാം ഇതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന് എല്ലായിടത്തും എത്തിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടെങ്കിലും ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ ഒരുമിച്ച് നിന്നു എന്നതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് അടിത്തറ പാകിയ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ഒരു ജീവിത കാലം മുഴുവൻ പോരാടിയ പെരിയാറിന്റെ സാന്നിധ്യം വൈക്കം സത്യാഗ്രഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇന്ന് വർത്തമാനകാലം നാം പരിശോധിക്കുമ്പോൾ ചരിത്രം ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെടുന്ന കാലമാണിത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനുസ്മൃതിയുടെ വക്താക്കൾ, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയുടെ വക്താക്കളൊക്കെ തന്നെ ഇന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നു എന്നതാണ് കേരളത്തിന് ഈ പ്രസ്ഥാനം നൽകിയ ഏറ്റവും വലിയ സംഭാവന. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഗോപുരങ്ങൾ ഇടിച്ചുകൊണ്ട് ജനശക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ വീണ്ടും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം പുനഃസ്ഥാപിക്കാനും യുക്തിചിന്തയും ശാസ്ത്രബോധവുമില്ലാതെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുമുള്ള വർഗീയവാദികളുടെ പരിശ്രമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചുകൂടാ, എന്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോയി കൂടാ എന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഏറെ പ്രസക്തമായ വിഷയം എന്ന് കരുതട്ടെ. ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ചരിത്രവും ഈ നിലയിലേക്ക് നാം എത്തിച്ചേർന്നതിൻ്റെ പിന്നിലെ നമ്മുടെ ക്ലേശവും നമ്മുടെ സമരങ്ങളും എല്ലായ്പ്പോഴും നാം നടന്നു വന്നത് എങ്ങനെ എന്ന് മറന്നു പോകാതെ പുതിയ തലമുറയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ വർത്തമാനകാലത്ത് ഉയരുന്ന വെല്ലുവിളികൾക്കെതിരെ ജനങ്ങളുടെ ഐക്യം വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിനെല്ലാവരുടെയും സഹകരണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, ജാതിമത വ്യത്യാസങ്ങൾക്കതീതമായി ഉണ്ടാക്കുക എന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദേശത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം. നിശ്ചയമായും ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ
അങ്ങനെ ഉയർന്ന് ചിന്തിക്കാനും ഉണർന്ന് പ്രവർത്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി ബഹുമാനപ്പെട്ട MP ശ്രീ ജോസ് കെ മാണി അവർകളെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യരായ മുഖ്യമന്ത്രിമാർ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, തമിഴ്നാടിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ അവർകൾ, വേദിയിലുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രൗഢഗംഭീരമായി ഇവിടെ നടത്തിയ ഈ സമ്മേളനം ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. നമുക്ക് വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു സംഭാവന ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഈ ശതാബ്ദി ആഘോഷം നടത്തുമ്പോൾ കേരളവും തമിഴ്നാടും സംയുക്തമായി ഈ ആഘോഷം നടത്തുമ്പോൾ ഇത് രാഷ്ട്രത്തിന് ഒരു അപൂർവ സംഭാവനയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ രാഷ്ട്രം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ ചില മേഖലകളിലൊക്കെ അസ്വസ്ഥത വരുത്തുന്നുണ്ടെങ്കിൽ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിച്ചെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അവர்களെ, സമാദരണീയനായ ശ്രീ MK സ്റ്റാലിൻ, പ്രിയമുള്ള ശ്രീ PN വാവസൻ അവர்கள், സ്നേഹമുള്ള ശ്രീ സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS അവர்களെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഈ മഹാസമ്മേളനത്തെ സംബന്ധിച്ചിരിക്കുന്ന സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, പത്രദൃശ്യ മാധ്യമങ്ങളെ, സുഹൃത്തുക്കളെ, എനിക്ക് അനുവദിച്ചിട്ടുള്ള 5 മിനിറ്റാണ്. ഈ 5 മിനിറ്റുള്ളിൽ ഞാൻ തീർത്തുകൊള്ളാം. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളെല്ലാം കേൾക്കാൻ ഇവിടെ ഇരുന്നത് എൻ്റെ പറച്ചിൽ കേൾക്കാനല്ല. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും സമാരാധനായ MK സ്റ്റാലിൻ്റെയും പ്രസംഗം കേൾക്കാനാണ് നിങ്ങളെല്ലാം വന്നതെന്ന് വേദി കണ്ടാൽ അറിയാം. അവരുടെ രണ്ടുപേരുടെയും പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ പുറകിലുള്ളവരെല്ലാം പോയി കഴിഞ്ഞ് മുമ്പിൽ ഈ അഴിക്കുള്ളിൽപ്പെട്ട് നിങ്ങൾ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്ഷമിക്കണം. വളരെ പെട്ടെന്ന് ഞാൻ നിർത്താം. ആദ്യമായി ഈ വൈക്കം ശതാബ്ദി ആഘോഷം സംസ്ഥാന തലത്തിൽ ഏറ്റെടുക്കുവാനുള്ള വലിയ വിശാല മനസ്ഥിതി കാണിച്ച ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം SNDP ഞാൻ അഭിനന്ദിക്കുകയാണ്. ജാതീയമായ ഉച്ചനീതികൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി നടന്ന സംഘടിത സഹന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവി ക്ഷേത്രത്തിലേക്കുള്ള പൊതുനിരത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ഒരു കാലം. ഈഴവനും ദളിതനും വഴി നടക്കാനായി നടന്ന മഹാസമരം ക്ഷേത്രപ്രവേശന മുന്നേറ്റങ്ങൾക്കും പിന്നീട് പശ്ചാത്തലമൊരുക്കി. SNDP യോഗം സംഘടനാ സെക്രട്ടറിയായിരുന്ന തീര ദേശാഭിമാനി ശ്രീ TK മാധവനായിരുന്നു വൈക്കം
സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകനും നായകനും. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളുടെ സന്ദേശവാഹകനും പ്രയോക്താവുമായിരുന്ന ശ്രീ ടി.കെ. മാധവനെ കേരളത്തിലെ അവർണ ജനവിഭാഗങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവുകയില്ല. മഹാത്മാഗാന്ധിയുമായുള്ള ശ്രീ ടി.കെ. മാധവന്റെ ആത്മബന്ധമാണ് വൈക്കം സത്യാഗ്രഹത്തിന് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും സവർണരിലെ പുരോഗമന ചിന്താഗതിക്കാരുടെയും പിന്തുണ നേടിക്കൊടുത്തത്. ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെക്കാൾ ഹൈന്ദവ സമൂഹത്തെ മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ശ്രമമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്നത് വേണം പറയുവാൻ. SNDP യോഗം പ്രസിഡന്റായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആശീർവാദത്തോടെ ആയിരുന്നു ശ്രീ ടി.കെ. മാധവൻ വൈക്കത്ത് സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ദേശീയ സ്വത്ത് ആകർഷിച്ച വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി മഹാത്മാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾക്ക് പുറമെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പുരോഗമന ആശയങ്ങൾ പിന്തുണ അനവധി പേർ വൈക്കത്തെത്തി. അതിൽ എടുത്തു പറയേണ്ടതാണ് തമിഴ് ജനതയുടെ പിന്തുണ. തമിഴകത്തെ ദ്രാവിഡ ജനതയെ തലയുയർത്തി നിൽക്കാൻ പഠിപ്പിച്ച പെരിയോർ C.E.V. രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിലെത്തിയ തമിഴ് മക്കൾ വൈക്കം സത്യാഗ്രഹം വിജയം കാണുന്നവരെ സമരത്തിന്റെ മുൻനിരയിൽ നിലകൊണ്ടു. ആ ആത്മബന്ധത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ വേദിയിൽ ശ്രീ സ്റ്റാലിന്റെ മഹനീയ സാന്നിധ്യം. 603 ദിവസങ്ങൾ നീണ്ടുനിന്ന സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ മഹാസമരം രാജ്യത്തിന് നൽകിയ സമത്വമെന്ന സന്ദേശത്തിന്റെ കാലിക പ്രസക്തി പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തുക എന്ന ചരിത്രപരമായ ദൗത്യം നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. ജാതി വിവേചനം എതിർക്കപ്പെടേണ്ടതാണെന്ന് പൊതുസമൂഹത്തിൽ ചിലരെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വൈക്കം സത്യാഗ്രഹത്തിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഐക്യത്തിനെതിരെ ആദ്യത്തെ രൂക്ഷിത സമരം, രക്തരൂക്ഷിത സമരം നടന്നതും വൈക്കത്താണ്. ചരിത്രത്തെ സത്യസന്ധമായി സമീപിക്കുന്നവർക്ക് അറിയാൻ കഴിയും. അന്ന് സംഘടിതരായി മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്താൻ ശ്രമിച്ച 70 ദളിത് യുവാക്കളെ ദളവയുടെ ഭടന്മാർ വെട്ടിവീഴ്ത്തി. അവരുടെ മൃതശരീരങ്ങൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ഒരു കുളത്തിൽ ഇട്ട് മൂടി. ആ കുളം പിന്നീട് ദളവാക്കുളം എന്നറിയപ്പെട്ടു. അവിടെ ഇന്ന് നഗരസഭയുടെ ദളവാക്കുളം ബസ് ടെർമിനൽ പ്രവർത്തിക്കുന്നു. മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് നിർഭയം നടന്നു ചെന്ന് ധീര രക്തസാക്ഷിത്വം വഹിച്ച ഉറങ്ങുന്ന മണ്ണിൽ അവരുടെ വെട്ടിനുറുക്കിയ ക്രൂരരായ ഭരണാധികാരിയുടെ പേരിൽ ഇന്നും അറിയപ്പെടുന്നത് ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസമല്ലേ. രാജ്യത്തെ ഒട്ടനവധി സാമൂഹ്യ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മണ്ണാണ് വൈക്കം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിലെങ്കിലും അവരോട് നീതി പുലർത്തുവാൻ നമുക്ക് കഴിയണം. ആ വീരയോദ്ധാക്കൾക്ക് ഉചിതമായ സ്മാരകമുണ്ടാകണം. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം രൂപഭാവങ്ങൾ മാറിയെങ്കിലും ജാതി വിവേചനം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അത് മാറാൻ ശ്രീനാരായണ ഗുരുദേവനും പെരിയോർ C.E.V. രാമസ്വാമി നായിക്കർക്കും ടി.കെ. മാധവനുമെല്ലാം തെളിച്ച വഴിയിലൂടെ നാം ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ പിണറായി വിജയനും ശ്രീ M.K. സ്റ്റാലിനും പോലുള്ള കരുത്തരായ ഭരണാധികാരികൾക്കാണ് ഈ സാമൂഹിക മാറ്റങ്ങളിലൂടെ ജനതയെ നയിക്കാനാവുക. രാഷ്ട്രീയ നേട്ടങ്ങൾക്കൊപ്പം തൻ്റെ ശരികളിൽ എന്നും ഉറച്ചു നിന്നിട്ടുള്ള പിണറായിക്ക് അതിന് കഴിയും. തമിഴകത്തിൽ നിന്നും ശക്തമായി നിലകൊള്ളുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസ്ഥാനത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത അന്ന് മുതൽ ശ്രീ M.K. സ്റ്റാലിൻ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സാമൂഹ്യനീതി എന്ന മഹത്തായ ആശയത്തിലൂടെ മുന്നോട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്നും ജാതിയുടെ വേർതിരിവുകൾ ഇല്ലാതാകുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിമാരാണ് പേരെടുത്ത ശ്രീ പിണറായി വിജയനും ശ്രീ M.K. സ്റ്റാലിനും കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വം നടത്തുന്ന വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക്
ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. KPMS ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാറിനെ ആശംസ പ്രസംഗത്തിനായി സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, ആദരണീയനായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ അവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കനക ജൂബിലി ആഘോഷങ്ങൾ നടന്നത് 1975-ലാണ്. അന്ന് അതിൻ്റെ ചെയർമാനായി ചുമതല വഹിച്ചത് ബഹുമാനപ്പെട്ട കരുണാകരനാണ്, ആഭ്യന്തര ഉപമന്ത്രിയായിരുന്ന കരുണാകരനാണ്. MLA എന്ന നിലയിൽ ശ്രീ PS ശ്രീനിവാസൻ, നമ്മുടെ വൈക്കത്തിൻ്റെ MLA, അതിൻ്റെ ചുമതല നിർവഹിക്കുകയും അതുപോലെ തന്നെ അന്ന് വൈക്കത്തിൻ്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ശ്രീ നരസിംഹ നായിക് അതിൻ്റെ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ആ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ 603 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങളെ സംബന്ധിച്ച് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഗതകാലത്തിലെ ഉജ്ജ്വലമായ നാടിൻ്റെ സമരമുഹൂർത്തങ്ങളെ ഇന്നു മുതൽ തുടങ്ങുന്ന 603 ദിനങ്ങളിലൂടെ സ്മരിക്കുകയാണ് നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സാംസ്കാരിക മുന്നേറ്റം കൈവരിച്ച, പരിഷ്കരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഈ നാട് അതിന് ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട 2 മുഖ്യമന്ത്രിമാരും നമ്മുടെ സമൂഹത്തിലെ ജീർണതകൾ, തിരിച്ചു വരുന്ന ജീർണതകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി തിരിച്ചു വരുന്ന സനാതന മൂല്യങ്ങൾ എന്ന നിലയിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെയും അതിലുപരി യാഥാസ്ഥിതികത്വത്തെയും പ്രത്യേകമായി പരാമർശിച്ചു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു അഭിനവ യാഥാസ്ഥിതികത്വത്തിൻ്റെ അനുകരണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമായി ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങുകൾക്ക് കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത്. നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുള്ള ഇത്തരം പരിശ്രമങ്ങൾ അവരുടേത് മാത്രമായിരുന്നുവെങ്കിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനവും അതിലിടപെട്ടു എന്ന വളരെ ശ്രദ്ധേയമായൊരു പരാമർശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നടത്തിയത്. വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം 1947 തുടങ്ങി 48 അവസാനിച്ച പാലിയം സമരത്തിന് നിമിത്തമായി വർത്തിച്ചിട്ടുണ്ട്. 32 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിനും അത് നിമിത്തമായി വർത്തിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മുടെ തൊട്ടടുത്ത് തൃശ്ശൂരിൽ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന കുട്ടംകുളം സമരം, ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ വിശാലാടിസ്ഥാനത്തിലാണ് പറയുന്നത്. ദേശീയ പ്രസ്ഥാനം വൈക്കത്ത് കൈകോർത്ത് നിന്നുവെങ്കിൽ പാലിയത്തേക്ക് ചെല്ലുമ്പോൾ സമുദായ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒപ്പം ചേർന്ന് നിന്ന സവിശേഷത പാലിയം സമരത്തിനുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രജാമണ്ഡലവും SNDP യോഗവും പുലയ സഭയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കൈകോർത്ത് നിന്ന സവിശേഷമായ സാഹചര്യം കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ ഞാൻ ദീർഘമായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ ആദ്യം പറഞ്ഞു 1974 ഇതിൻ്റെ കനക ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര ഉപമന്ത്രി ശ്രീ K കരുണാകരനായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചതിൻ്റെ ചെയർമാൻ. പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ 603 നാൾ നീണ്ടു നിൽക്കുന്ന ദീർഘമായ, ഒരുപക്ഷെ ഗതകാലത്തിലെ ആ സമരത്തിൻ്റെ ദൈർഘ്യത്തെ കൈരളിയുടെ സ്മൃതിപഥങ്ങളിൽ എത്രത്തോളം പ്രോജ്വലമായി ഇതിനെ പ്രതിഷ്ഠിക്കാൻ പറ്റും, അതിനുതകുന്ന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെ കോർത്തിണക്കിക്കൊണ്ട് ദീർഘമായ ആഘോഷങ്ങൾക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നത് ഈ ചരിത്ര സംഭവത്തോട് സംസ്ഥാന ഗവൺമെൻറ് പുലർത്തുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധതയും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്
ആ ചരിത്ര സ്മരണകളെ എത്രത്തോളം പ്രോജ്വലമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സാന്നിധ്യവും സാരഥ്യവുമായിരുന്ന എല്ലാവരെയും ഈ ആഘോഷ ചടങ്ങുകളിൽ ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ചരിത്രത്തിൻ്റെ ഗതകാലത്തിലെ പൈതൃകത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്ന സമീപനങ്ങളും ഉണ്ടായി എന്നത് നമ്മുടെ നാട് ഒന്നിച്ച് ഈ ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് നിരാശയോടുകൂടി കാണേണ്ടി വരും. ഞാൻ ഈ ചടങ്ങിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത്തരം നിഷേധത്തിൻ്റെ ശക്തികൾക്ക് കാലത്തോടും ചരിത്രത്തോടും കണക്ക് പറയേണ്ടി വരും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കാരണം അധസ്ഥിതന്റെ മോചനത്തിന് വേണ്ടി സ്വന്തം സമുദായത്തിന്റെ സ്വാർത്ഥ വികാരങ്ങൾ മാറ്റിവെച്ച് ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള പരിഷ്കർത്താക്കൾ ചേർന്ന് നിന്ന പുണ്യഭൂമിയാണ് വൈക്കം. KP കേശവമേനോനും കുറൂർ നമ്പൂതിരിയും രാമനിളയതും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും അങ്ങനെ എത്രയോ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള പരിഷ്കർത്താക്കൾ ഈ പുണ്യഭൂമിയിൽ ചേർന്ന് നിന്നു. നമ്മുടെ നാടിന്റെ സാമൂഹിക മുന്നേറ്റത്തിൽ, സാംസ്കാരിക മുന്നേറ്റത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ വൈക്കം തീർച്ചയായും, ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ സന്ദേശത്തിൽ വളരെ പ്രസക്തമായി ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം, സത്യാഗ്രഹത്തിന്റെ ആന്തരിക അർത്ഥം തെറ്റ് ചെയ്യുന്നവന്റെ മനസ്സ് മാറ്റുക എന്നതാവണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. അത് സത്യാഗ്രഹത്തിന്റെ സന്ദേശമാണ്. പക്ഷെ സത്യാഗ്രഹത്തിന്റെ അനുസ്മരണ ചടങ്ങുകളിൽ ആ ഗാന്ധിജിയുടെ വാക്കുകളെ, സന്ദേശത്തെ നമുക്ക് അനുസ്മരിക്കാം. സമകാലികമായി ആ തെറ്റിലേക്ക് തിരിച്ചു പോകുന്നവരെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമായി നമുക്ക് ഈ അനുസ്മരണ ചടങ്ങുകൾ മാറണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഈ നാടിൻ്റെ അന്തരംഗത്തിൽ ഇന്നും പ്രതിധ്വനിക്കുന്ന ആ സമരത്തിൻ്റെ ശീലുകളും സമരത്തിൻ്റെ ഗീതികളുമുണ്ട്. അതിൽ പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ എന്ന് പറയുന്ന ഒരു പഴയ മനുഷ്യൻ ഈ സമരത്തിലുണ്ടായിരുന്ന പഴയ ആളുകളുടെ വായ്ത്താരികളിലൂടെ അല്ലാതെയും സമരമുഖത്ത് ഉപയോഗിച്ചിരുന്ന ആ ശീലുകളും ഗീതികളും ഒക്കെ ചേർത്തുകൊണ്ട് പിന്നീട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, വരിക വരിക സഹചരെ, പതിതരില്ല മനുജരിൽ ഒരു പിതാവിൽ ഉത്ഭവിച്ച തനയരായ നമ്മളീ കരങ്ങളണച്ച് കരൾ ബലപ്പെടുത്തി ഈ പോരാട്ടത്തിന് ഇറങ്ങണം എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും വൈക്കത്തിൻ്റെ അന്തരംഗത്തിൽ ആ സമരത്തിൻ്റെ ഗീതികളുണ്ട്, നമുക്കതിനെ ചേർത്ത് വെക്കാം. പുതിയ കാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചു വരുന്ന ജീർണതകൾക്കും അതുപോലെ തന്നെ യാഥാസ്ഥിതികത്വത്തിനും എതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ ഒരവസരമായി നമുക്കിതിനെ ഉൾക്കൊള്ളാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള തുടർന്നുള്ള ദീർഘമായ ആഘോഷങ്ങളിൽ ഈ സമരത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ സാരഥി എന്ന നിലയിൽ തീർച്ചയായും ആഘോഷങ്ങൾക്ക് മുഴുവൻ പിന്തുണയും സാന്നിധ്യവും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഈ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി തിരു മുക സ്റ്റാലിൻ അവർ, ഇവരോടുള്ള അതൈവമായ നന്ദി. ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. We once again thank the Honorable Chief Minister of Tamil Nadu, Thiru M.K. Stalin, for honoring us with his distinguished presence. The Honorable Chief Minister